അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് വിൽസൺ ജോസഫ്. ഞാൻ വടക്കഞ്ചേരിക്കടുത്ത് ആരോഗ്യപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ചൊവ്വാഴ്ചയിൽ ഇവിടെ അച്ഛൻ്റെ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും അവസാന ഭാഗം ആശീർവാദം തരുന്ന സമയത്ത് എനിക്കിങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുന്ന പോലെ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായി. പിന്നെ അതിനു മുമ്പേ എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വന്ന് ഇവിടെ കൗൺസിലിംഗ് കൂടുകയും വിശുദ്ധ കുർബാനയിലും ആരാധനയെല്ലാം സംബന്ധിച്ച് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അന്നത്തെ കൗൺസിലിങ്ങിൻ്റെ ബോധ്യമായി. പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനും വന്ന് ഇവിടെ കൗൺസിലിംഗ് കൂടുകയും അച്ഛനെ കാണുകയും ചെയ്തു. അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. ഞങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിരുന്നത്, അതായത് ഒരു ആചാരപ്രകാരമുള്ള പ്രാർത്ഥന നടത്തിയ വസ്തുക്കൾ കഴിച്ചുള്ള ഏത് ആചാരം, ഏത് മതത്തിൻ്റെ ആചാരമായാലും അത് നമുക്ക് യോഗ്യമല്ല. അപ്പോൾ ഒരു കുറേ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിലുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സഹോദരൻ നവീകരണ ധ്യാനത്തിൽ കൂടിയതാണ്, ശുശ്രൂഷ സഹായിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അതെല്ലാം നമ്മൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഭാര്യ വന്ന് പങ്കെടുത്തു. ഭാര്യയ്ക്ക് രോഗശാന്തി. ഈ ചേട്ടൻ വന്നപ്പോൾ പങ്കെടുത്തപ്പോൾ വിടുതൽ വന്നു. ശരീരം മുഴുവനും നനയുന്നതായിട്ട് തോന്നിയോ? മുഴുവൻ ഇങ്ങനെ ചാറ്റമഴ ഇങ്ങനെ പെയ്യുന്ന പോലെ ഇങ്ങനെ കുർബാനയുടെ സമയത്ത് അവസാന ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ അനുഭവപ്പെട്ടു. പിന്നെ ഈ മറ്റു വസ്തുക്കൾ, മറ്റ് ആചാരങ്ങൾ ചെയ്ത വസ്തുക്കൾ കഴിച്ചത് കുമ്പസാരിച്ചേറ്റ് പറഞ്ഞു. അതിന് ശേഷം നല്ല വിടുതൽ വന്നു ചേട്ടന്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മൂക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അസ്വസ്ഥത വരുവാണ്. പിന്നെ ഈ ഒരാഴ്ചയായിട്ട് എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ നടുവിന് നല്ലപോലെ വേദന ഉണ്ടായിരുന്നു. അത് അച്ഛൻ്റെ അന്നത്തെ പ്രാർത്ഥനയിൽ മാറി. പിന്നെ കാല് പെട്ടെന്ന് ഇങ്ങനെ മരിച്ചു പോയി. ഞാൻ വണ്ടി സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ സാധാരണ ക്ലച്ചുമൊക്കെ ചവിട്ടുമ്പം ഇങ്ങനെ അച്ഛനെ എടുത്ത കാലാണ് പറഞ്ഞത് ഇങ്ങനെ മരവിച്ചിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ കാല് മരവിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കാറുണ്ട്. അങ്ങനെ ആ അനുഭവം പിന്നീട് എനിക്ക് ഉണ്ടായില്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പ്രഷറൊക്കെ താഴ്ന്നു പോകുമ്പോൾ ഇങ്ങനെ ശരീരം തളരുന്ന പോലെ ഒരു അനുഭവം പെട്ടെന്ന്. അപ്പം എനിക്ക് ആ ബുദ്ധിമുട്ടും ഇതുവരെ അങ്ങോട്ട് വന്നില്ല. പെട്ടെന്ന് ആ ക്ഷീണം അങ്ങോട്ട് മാറിക്കിട്ടി. പിന്നെ മനസ്സിനും ഇവിടെ വന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ട് മനസ്സിനും ശരീരത്തിനും ആത്മാവിൻ്റെ മേഖലയിലും ഒത്തിരി ഉണർവ് കിട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറ്റുന്ന അത്രയും ആൾക്കാരോട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ദിവസം വണ്ടി ഓടിച്ചപ്പോൾ എന്താ തല ഇറങ്ങിയെന്നോ അങ്ങനെ എന്താ പറഞ്ഞില്ലേ? തല ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് വണ്ടി ഓടിച്ചു പോകുമ്പം എനിക്ക് കഴിഞ്ഞ ഏറ്റവും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത പ്രദേശത്ത് ഒരു ചെറിയൊരു ജംഗ്ഷനുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തലകറക്കം വന്നിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ വണ്ടി ഇങ്ങനെ ഒതുക്കി. പക്ഷേ എനിക്ക് വീട്ടിലേക്ക് പോകേണ്ട വഴി ഏതാണെന്ന് അറിയത്തില്ല. ആൾക്കാരോട് ചോദിക്കാൻ പറ്റത്തില്ല. വീട്ടിലേക്ക് ഞങ്ങളുടെ ഭാഗത്തേക്ക് പോകേണ്ട വഴി ചോദിച്ചു കഴിഞ്ഞാൽ നാണക്കേടല്ലേ. ഞാൻ പിന്നെ ഇങ്ങനെ 2 മിനിറ്റ് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വഴി അറിയില്ല. സ്വന്തം വീട്ടിലേക്ക് പോകുന്ന പോക്കറ്റ് റോഡിൽ വന്നപ്പോൾ വഴി അങ്ങ് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ മൈൻഡ് അങ്ങ് മാറി. അത് പിന്നീട് അങ്ങനെ ഉണ്ടായില്ല. പിന്നെ പ്രാർത്ഥിച്ച് അത് മാറി. അല്ലേ?